നിങ്ങളോടെല്ലാം ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത് ഏർപ്പാട് ചെയ്തത്. എന്നിട്ട് ഇപ്പോഴെന്താ ആരും ഒന്നും മിണ്ടാത്തത്? ഞാനില്ല, ഞാനിതിന് കൂട്ടു നിൽക്കില്ല. ഇപ്പോഴില്ലെന്നോ? പിന്നെ എന്ത് ചെയ്യണം? 1.5 കോടി രൂപ എണ്ണി വാങ്ങിച്ചപ്പോ ഈ അറപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നിങ്ങൾക്ക് എന്നോട് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഞാൻ എത്ര പേരോട് സമാധാനം പറയണമെന്ന് അറിയാമോ? ഇവിടെ ആരും ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ല. ഇന്നതൊക്കെ ചെയ്തോളാവുന്നു. ബിസിനസ് ആയാലാവും നട്ടോണ്ടാവും. താൻ ഒന്ന് മനസ്സിലാക്കിക്കോ. എനിക്കിനി ഇടവും വലവും ഒന്നും നോക്കാനില്ല. എല്ലാം നശിച്ച് മുങ്ങി നിൽക്കുന്ന സമയമാണ്. ഇപ്പൊ തീരുമാനിക്കണം നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവുമെന്ന്. ഇല്ലെങ്കിൽ കൊടുത്താൽ തിരിച്ചു വാങ്ങിക്കാൻ എനിക്കറിയാം. നമ്മൾ തമ്മിൽ എന്തിനാണ് ഒരു കച്ചറ? എല്ലാത്തിനും സമാധാനം ഉണ്ടാക്കാം. ബഹളം വെച്ച കാര്യം നടക്കുവോ? ഓക്കെ ഓക്കെ. ഐ എം സോറി. ഒരു നിമിഷം ഞാൻ എന്നെ തന്നെ മറന്നുപോയി. 20 ലക്ഷം രൂപ അതിപ്പോ എവിടെ നിന്നുണ്ടാക്കും? ഇപ്പൊ തന്നെ വിശ്വ ലക്ഷം മുടക്കി. ഇനി ഒരു 20 ലക്ഷം മുടക്കാന്ന് പറഞ്ഞാൽ ആവശ്യം എന്റേതാണല്ലോ. ഈ കാശ് ഞാൻ തന്നെ മുടക്കാം. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. KGR മരിച്ചാൽ കഴുത്തുമുട്ട മുഖ്യമന്ത്രി ആകരുത്. പിന്നെ കൈമൾ സാർ മുഖ്യമന്ത്രിയാവണം. തെറ്റിദ്ധരിക്കണ്ട. കഴുത്തുമുട്ട മുഖ്യമന്ത്രിയായാൽ ജനങ്ങൾക്ക് സംശയമുണ്ടാവും. കഴുത്തുമുട്ടവും KGRും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എല്ലാവർക്കും അറിയാവുന്നതാണ്. കൂടാതെ KGR കഴിഞ്ഞാൽ പാർട്ടിയിൽ ക്ലീൻ ഇമേജ് ഉള്ളത് പ്രസിഡന്റാണ്. നമ്മൾ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യണം. ഇത് എന്റെ മാത്രം അഭിപ്രായമല്ല, എന്നെ സഹായിക്കാവുന്ന ഏറ്റവുടെയും കൂടെ തീരുമാനമാണ്. അപ്പൊ ഞാനോ? മുഖ്യമന്ത്രി ഒഴിച്ചു മറ്റെന്ത് വേണമെങ്കിലും ആകാം. അതിന് ഞാനൊരു MLA പോലും അല്ലല്ലോ. അതൊരു പ്രശ്നമാണ്. 6 മാസത്തിനകം എവിടെ നിന്നെങ്കിലും ജയിച്ചാ പോരെ. എന്തു പറയുന്നു? ശരി, നിങ്ങളുടെ മൗനം സമ്മതമായി കരുതുന്നു. നമ്മൾ തീരുമാനിച്ചതിൽ നിന്ന് ഇനി അണുവിട വ്യത്യാസമില്ല. നമ്മൾ തമ്മിൽ കൂടിക്കാഴ്ചയുമില്ല. ഇത് കഴിയുന്നത് വരെ.